പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകും. ഡൽഹി പോലീസ് അതിക്രമത്തിന് ഒപ്പം അയോധ്യ സംഭാവന കൊള്ളയിലും ചർച്ച വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കേരളത്തിന്റെ പേര് മാറ്റുന്നതിനുള്ള ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കും. അമിത്ഷായുടെ പ്രസംഗമല്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. 17 ദിവസം പാർലമെന്റിൽ വരാതെ ഈ പാർലമെന്റ് അവസാനിക്കാൻ 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അമിത്ഷാ വന്ന് പ്രസംഗിക്കും. പ്രസംഗമല്ല നമ്മൾ പറഞ്ഞത്. അതായത് 20-ാം തീയതി നടന്ന വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ചുമായി നടന്ന പോലീസ് കേന്ദ്രസേന അതിക്രമങ്ങളെക്കുറിച്ചും ആരാണ് വെടിവെക്കാൻ ഉത്തരവിട്ടതിനെക്കുറിച്ചുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന അതല്ല ഇപ്പോൾ പറയുന്നത്. അമിത്ഷാ വന്ന് പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് താല്പര്യം? അത് അവരുടെ അനുയായികൾ വേണേൽ കേട്ടോട്ടെ. പ്രതിപക്ഷത്തിനെതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കുകയാണ് NDA എംപിമാർ. ശരത്ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല, ആ വിഷയത്തിലുള്ള പ്രസ്താവന കേൾക്കാൻ വേണ്ടിയാണ് പാർലമെന്റ് കാത്തിരിക്കുന്നത്. അതിനാണ് ഈ പ്രതിഷേധമൊക്കെ നടന്നത്. അമിത്ഷാ വരണം. ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലെ അതിക്രമത്തിൽ, അയോധ്യ സംഭാവന കൊള്ള അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അവിടെ മറുപടി പറയണം. അതുതന്നെയാണ് ഡൽഹി വിഷയത്തിൽ മാത്രം, ഡൽഹി ലാത്തിച്ചാർജിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അയോധ്യ കൊള്ളയടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ പെട്രോൾ, E20 പെട്രോൾ അടക്കം നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനൊന്നും മറുപടി പറയാതെ അവസാന നിമിഷം 48 മണിക്കൂർ സമയത്തിനിടക്ക് പ്രസ്താവന നടത്തി പോവുക എന്ന രീതിയിലേക്ക് അമിത്ഷാ വരേണ്ട കാര്യമില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിൽ ഉയർന്ന പൊതുവായ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്ന് പൊതുവായ ഒരു തീരുമാനം. പാർലമെന്റ് സ്തംഭിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉള്ളത്, കാരണം പാർലമെന്റിൽ ഉയർത്തിയെന്ന 3 വിഷയങ്ങളിലും ചർച്ച വേണം. അല്ലാതെ ഒരു സൊമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഒരു കാരണവശാലും ഒരു സൊമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അമിത്ഷാ പ്രസംഗിച്ച് പോവേണ്ട എന്നൊരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇപ്പോഴും പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നത്. രുചീഷ്. ശരി ശരത്ലാൽ, എന്തായാലും ഇന്ന് പാർലമെന്റിലേക്ക് അമിത്ഷാ എത്തുമ്പോൾ അത് ഇന്നും പ്രക്ഷുബ്ധമായി തന്നെ ഈ പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാനുള്ളത്. കാരണം കഴിഞ്ഞ 17 ദിവസവും നമ്മൾ സമാനമായ വിഷയമാണ് പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമിത്ഷാ വരുമ്പോൾ, ഒരു പ്രസ്താവന നടത്തുമ്പോൾ, എന്തായാലും അതേ നിലയിൽ തന്നെ അത് ഒരു പ്രസംഗമായി മാറുമ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. മറ്റു വാർത്തകളിലേക്ക് വരാം.